വെൽക്കം ടു കലവര. ഇപ്പോൾ മാമ്പഴക്കാലമാണ്. ധാരാളം മാങ്ങയുള്ള സമയം. മാങ്ങയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങ കൊണ്ടുള്ളൊരു ഹൽവയാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൽഫോൺസ മാങ്ങ 3 എണ്ണം. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി മിക്സിയിൽ അത് അടിച്ചിട്ട് വരാം. മാങ്ങ അരച്ചെടുക്കുമ്പോൾ അല്പം പോലും വെള്ളം അതിൽ ചേർക്കരുത്. മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചതാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അത് 2 കപ്പുണ്ട്. ഇനി കോൺഫ്ലോർ ഒന്ന് കലക്കി വയ്ക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. 1 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. അതിലൊഴിക്കാനായിട്ട് കോൺഫ്ലോർ എടുക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കേണ്ടത്. ഇത് ചെയ്യാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗ ഓണാക്കാം. ഇതിലേക്ക് ആ മാമ്പഴം 2 കപ്പ് പഞ്ചസാര. 2 കപ്പാണ് ഈ മാമ്പഴം അരിച്ചെടുത്തപ്പോൾ ഉള്ളത്. അതുകൊണ്ട് 2 കപ്പ് പഞ്ചസാര എടുത്തത്. ശ്രദ്ധിക്കേണ്ടത്, അടുപ്പ് വെച്ച അവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് കൈമാറ്റാതെ ഇളക്കുക. കുറി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ഈ പരുവായി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് കുറുകി തുടങ്ങുമ്പോൾ കുറേശ്ശെ നെയ്യ് ചേർക്കണം. അത് നല്ലതുപോലെ കട്ടിയായി തുടങ്ങുമ്പോൾ വേണം കൂടുതൽ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ്. നന്നായിട്ട് കുറുകി വന്ന് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സ്റ്റേജിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഒരുപാട് ചേർക്കണ്ട, മാംഗോയുടെ ഫ്ലേവർ വേണം. ഏലക്ക കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിരുന്നതാണ്. ഈ സ്റ്റേജിൽ നട്ട്സ് ചേർക്കാം. പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങി. വേണ്ട, ഇതാണ് എൻ്റെ പാകം. എണ്ണ തീ ഓഫ് ചെയ്യാം. ട്രേയിലേക്ക് ഇത് മാറ്റാം. എണ്ണ തടവിയ സ്പൂണിൻ്റെ അടിയിൽ നെയ്യ് തൂത്തിട്ട് ഇങ്ങനെ തേച്ചാൽ മതി. ലാർജ് ക്വാണ്ടിറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചരുവത്തിൻ്റെ അടിഭാഗം വെച്ചാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് സെറ്റാകാനായിട്ട് വയ്ക്കാം. ഒരു 2 മണിക്കൂർ ഇരിക്കട്ടെ. ഈ ഹൽവയിൽ നമ്മൾ കളറോ എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ളതാണ്. ഹൽവ നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം.
ഇത് കട്ട് ചെയ്യാം. ഈ അലുവ ഞാൻ മൂപ്പിച്ചെടുത്ത പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരാഴ്ച വരെ വെളിയിൽ വെച്ചേക്കാം, ഞാൻ ഗ്യാരണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഹൽവ ചെയ്തിരിക്കുന്നത്. അപ്പം മാമ്പഴം വളരെ സുലഭമാണ്, കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.